ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 20 ദിവസമായി ഞാൻ RCSിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോഴേ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം റിസൾട്ട് വന്നപ്പം എൻ്റെ ഡിസീസ് തന്നെ മാറി. ഇതുവരെ വിചാരിച്ചിരുന്നത് എനിക്ക് തൈമോമ എന്ന് പറയുന്നൊരു ക്യാൻസർ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം അതിനാണെങ്കിൽ എനിക്ക് റേഡിയേഷൻ മാത്രം മതി, ആഴ്ചയിലുള്ള റേഡിയേഷൻ മതി, വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം എനിക്ക് RCSിയിലെ എൻ്റെ ബയോപ്സി റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു റയർ ആയിട്ടുള്ള ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ഗ്രേ സോൺ ലിംഫോമ എന്നാണ് എൻ്റെ ആ ഒരു ക്യാൻസറിന്റെ പേര്. അപ്പൊ അന്ന് വെച്ചാൽ ക്വിക്കായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു സാധനമാണ്, പെട്ടെന്ന് റൂട്ട്സ് പിടിച്ച് പോകുന്നതാണ് ലിംഫോമ ഒരുപാട് തരമുണ്ട്. അപ്പം ആ എല്ലാ തരം ലിംഫോമയുടെ ഗുണമുള്ള ഒരു നല്ലൊരു സാധനം തന്നെ എനിക്ക് കിട്ടി. ഇതെങ്ങനെ കിട്ടുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. അപ്പം എല്ലാ ലിംഫോമകളുടെ ആ ഒരു നേച്ചർ ഉള്ള ഒരു റയർ സാധനമാണ് ഈ ഗ്രേ സോൺ ലിംഫോമ എന്ന് പറയുന്നത്. അപ്പം അതാണ് എൻ്റെ ക്യാൻസറിന് കിട്ടി. അപ്പൊ എൻ്റെ ഡോക്ടർ മാറി, എൻ്റെ ക്ലിനിക്ക് മാറി. ഞാൻ ഈ ക്ലിനിക്ക് എന്നായിരുന്നു ഇത്രയും നാള്. അപ്പം ഇനി മുതൽ എൻ്റെ ട്രീറ്റ്മെന്റ് എ ക്ലിനിക്കിലാണ്. എ ക്ലിനിക്കിൽ എനിക്ക് വീണ്ടും അടുത്തൊരു ലേഡി ഡോക്ടറാണ് എൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നോക്കുന്നതും എൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും എല്ലാം ആ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ എ ക്ലിനിക്കില് എൻ്റെ പുതിയ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറെ കണ്ടു. അപ്പം ഇനി 2 ടെസ്റ്റുകളും കൂടി ബാക്കിയുണ്ട്. ഒന്ന് പറയുന്നൊരു പെറ്റ് സ്കാൻ ആണ്, PET സ്കാൻ, പെറ്റ് സ്കാൻ. അത് നമ്മുടെ എവിടെയൊക്കെ ശരീരത്തില് ക്യാൻസറസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്നുള്ളത് അറിയുന്നതിനുള്ള ഒരു സ്കാനാണ് പെറ്റ് സ്കാൻ. ക്യാൻസറസ് മാത്രമല്ല, എല്ലാം അറിയാം. ക്യാൻസറസിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ഒരു സ്കാനാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്കാനിങ് ആണ്. പിന്നെ ഒരു ബോൺ മാരോ ടെസ്റ്റ്. ക്യാൻസർ പേഷ്യൻസ് വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ പേഷ്യൻസിനും കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ബോൺ മാരോ ടെസ്റ്റ്. ഓ മൈ ഗോഡ്, ബോൺ മാരോ ടെസ്റ്റ് എനിക്ക് ചെയ്തു. ഏറ്റവും പെയിൻ അനുഭവിച്ചൊരു ടെസ്റ്റ് ആയിരുന്നു ഈ ബോൺ മാരോ. ഭയങ്കര പെയിനാണ്. നമ്മൾ നട്ടെല്ലിൽ നിന്നൊരു ഫ്ലൂയിഡ്, ഒരു മജ്ജ കുത്തിയെടുത്ത് അതിലേക്കുള്ള ടെസ്റ്റിംഗ് ആണ് ഈ ബോൺ മാരോ ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ്സ് കമന്ന് കുത്തിയ സ്ഥലത്ത് ഇറുക്കി അത് കൂടെ ബൈസ്റ്റാൻഡർ ഇറുക്കി പൊത്തിപ്പിടിച്ച് 20 മിനിറ്റ് അവിടെ കിടന്ന് അതിനുശേഷമാണ് നമ്മൾ തിരിച്ചു വിടുക. അപ്പം അതിന്റെ റിസൾട്ടും വന്നു. അതിലും കുഴപ്പമില്ല. ബോൺ മാരോ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല. പെറ്റ് സ്കാനിൽ ക്യാൻസറസ് ആയിട്ടുള്ള പോർഷൻസ് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അതും 5 ദിവസത്തിന് ശേഷം കിട്ടി. ഈ ബോൺ മാരോ 5 ദിവസത്തിന് ശേഷം റിസൾട്ട് കിട്ടി. അപ്പം എന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡിസ്കഷനിലേക്കാണ്. അപ്പം എനിക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 6 സൈക്കിള് കീമോതെറാപ്പി ചെയ്യണം. അതായത് ഓരോ സൈക്കിൾ എന്ന് പറയുന്നത് 21 ദിവസം കൂടുമ്പോഴാണ്. ഒരു സൈക്കിളില് എനിക്ക് 6 കീമോ ആണ്. അപ്പം അങ്ങനെ 6 സൈക്കിള് 36 കീമോ ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ എന്റെ കീമോ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ്, ഇപ്പം പലർക്കും പല കീമോ മെത്തേഡ്സ് ആണ്. കുറച്ചു പേരും പറയും കീമോ ഇങ്ങനെയാണ്, കീമോ അങ്ങനെയൊന്നും അല്ല. കീമോ പലർക്കും പല രീതിയിലാണ് ചെയ്യുന്നത്. പല മെഡിസിൻസ് ആണ്, പല എഫക്റ്റ് ആണ്. അതൊക്കെ ഓരോരുത്തരുടെ ഡിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കീമോ ചെയ്യുന്നത്. അപ്പം എന്റെ കീമോ എന്ന് പറയുന്നത് 24 hours ആണ് എനിക്ക് തരുന്ന കീമോ. അപ്പം 24 മണിക്കൂറും എനിക്ക് മെഡിസിൻ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കണം. മോർണിംഗ് കുളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത്. അപ്പം അങ്ങനെ 6 ദിവസം എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. 6 ദിവസം. അപ്പം ഇതിനകത്ത് എനിക്ക് എന്തൊക്കെ സംഭവിക്കും ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ, എനിക്ക് എൻ്റെ ഒരു മെഡിസിൻ കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ എനിക്കൊരു ക്ലാസ് തന്നെ തന്നിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം അതായത് കീമോ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ ചിലപ്പം മുടി കൊഴിഞ്ഞു പോയേക്കാം, ബോഡി ഹെയർസ് എല്ലാം പോയേക്കാം, ഐബ്രോസ് പോയേക്കാം, എല്ലാം ഫേഷ്യൽ ഹെയർസ് എല്ലാം പോയേക്കാം. പിന്നെ വീട്ടിലുള്ളവരടുത്ത് പറഞ്ഞ് മെഡിസിൻ കൊടുക്കുമ്പം മാനസികമായിട്ടും സ്വാഭാവികമായിട്ടും പലതരം ചിന്തകളും എല്ലാം മാറ്റം വരും. സ്വഭാവത്തിനൊക്കെ ഭയങ്കര ചേഞ്ച് ആയിരിക്കും വരിക. ചിലപ്പോൾ ഭയങ്കര വയലന്റ് ആവും, ചിലപ്പോൾ ദേഷ്യം കാണിക്കും. എല്ലാം നമ്മൾ സഹിക്കുക, അവരോട് മാക്സിമം എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. ഒരു രീതിയിലും എന്ന് വെച്ചാൽ അവരെ മീൻസ് എനിക്ക് മാനസികമായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും നിൽക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യുക. എല്ലാത്തിനും മെഡിസിൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം എന്റെ സന്തോഷം എങ്ങനെയാണോ അതിന് നിൽക്കുക, ഞാൻ എന്ത് പറയുന്നോ അതിന് നിൽക്കുക. അതെല്ലാം മെഡിസിന്റെ ഭാഗമാണ് എന്നെല്ലാം എന്റെ വീട്ടുകാർക്കും ഡോക്ടർ ക്ലാസ് കൊടുത്തിരുന്നു. പിന്നെ എന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന
24 hours കീമോ ആയതുകൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കീമോ ആണ്. അതും സാധാരണ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കീമോ കഴിഞ്ഞ് വിടും. പക്ഷെ എന്റെ ഒരു കേസ് അങ്ങനെയും അല്ല. അത്രയും ഹൈ ഡോസും അത്രയും എഫക്റ്റീവും ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് തരുന്നത്. എനിക്ക് ആ മെഡിസിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് അതിന് മുന്നേ തന്നെ ഒരു മെഡിസിൻ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 1 ലക്ഷം അടുപ്പിച്ച് രൂപ വരെയുള്ള എനിക്ക് ആ മെഡിസിന് എന്റെ ശരീരത്തിൽ ഞാനത് എന്റെ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധ മരുന്നും ചെയ്യുന്നുണ്ട്. അത്രയും രൂപയുടെ ഒരു മരുന്നും എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് 6 ദിവസം ഈ കണ്ടിന്യൂസ് കീമോ കഴിഞ്ഞ് ഈ നമ്മുടെ ബ്ലഡ് കൗണ്ട്സ് ഒക്കെ കുറയും. അപ്പം അതൊക്കെ കുറഞ്ഞ് കൂടിയതിന് ശേഷം നോർമൽ ആയി ഒരുവിധം ആയതിനു ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഈ ഒരു 21 ദിവസം എനിക്ക് തോന്നുന്നു ഞാനൊരു എല്ലാ പ്രാവശ്യവും ഞാനൊരു 17-18 ദിവസവും ഹോസ്പിറ്റലിൽ തന്നെ ആണ്. അപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് വീക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പേപ്പർ OP കൊടുക്കാൻ പറഞ്ഞു. എല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പം അടുത്ത ആഴ്ച എന്റെ ആദ്യത്തെ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അഡ്മിറ്റ് ആവാൻ പോവുകയാണ് RCCയിലെ ജനറൽ വാർഡില്. അത് നമുക്കറിയില്ല, ജനറൽ വാർഡ് MO വാർഡ് എന്ന് പറഞ്ഞ 2 വാർഡുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാർഡില് ബെഡിലായിരിക്കും എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുക. അങ്ങനെ അപ്പം അടുത്ത ആഴ്ച എനിക്ക് ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് എനിക്ക് എന്റെ ഫസ്റ്റ് സൈക്കിളില് RCCയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള എന്റെ ആ ഒരു ഫസ്റ്റ് സൈക്കിളിനെ കുറിച്ച് എനിക്ക് അതിനകത്ത് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അടുത്ത വീഡിയോയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എന്റെ വീഡിയോ കാണുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ നന്ദി. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.